നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിങ്ങിൻ്റെ ഒരു ഡിസ്കഷനാണ്. നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിംഗ് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺഒഫീഷ്യൽ പോളുകളുടെയും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അടിസ്ഥാനത്തിൽ വോട്ടിങ്ങിൽ ജിൻഡോയുടെ ഒരു കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 70% വോട്ടിംഗ് ഷെയർ ജിൻഡോയ്ക്ക് മാത്രമായിട്ടുണ്ട്. ബാലൻസ് ഉള്ള 30% മാത്രമേ മറ്റുള്ള മത്സരാർത്ഥികൾക്കായിട്ട് ഷെയർ ആകുന്നുള്ളൂ. അതായത് ഫസ്റ്റ് പ്രൈസിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് വിന്നറെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് വേറെ ഇനി ഒന്നും നോക്കാനില്ല. ഗെയിം കൂടെ കളിക്കാതെ ഇനി അങ്ങോട്ട് ജിൻഡോ ചുമ്മാ ഇരുന്നാൽ മതി. കാരണം അത്രയും സപ്പോർട്ടാണ് ജിൻഡോന് പുറത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അതായത് നോർമലായിട്ടുള്ള ആൾക്കാർ, അതായത് PR ഒന്നും ഇല്ലാതെ, ചാനൽ അതായത് ഓരോരോ ആർമിക്കാരൊന്നും ഇല്ലാതെ നോർമലായിട്ട് കോമൺ ആയിട്ടുള്ള സാധാരണക്കാരുടെ വോട്ടിംഗ് ആണ് ജിൻഡോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഇനി ആരെന്ത് കളി കളിച്ചാലും ആ വോട്ടിങ്ങിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും ഉണ്ടാകാൻ പോകുന്നില്ല. ഏകദേശം 70% വോട്ടിംഗ് ആണ് ജിൻഡോയ്ക്ക് മാത്രമായിട്ടുള്ളത്. ജിൻഡോയ്ക്ക് സെക്കൻഡ് സ്ഥാനത്തേക്ക് വരുന്ന ജാസ്മിൻ ആകട്ടെ ഏകദേശം 15 to 20% വോട്ടിംഗ് കിട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു രീതിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കപ്പ് ജിൻഡോക്ക് തന്നെ കപ്പ് ഉറപ്പിക്കാം. അതിനു മുമ്പ് വേറൊരു വിധത്തിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ 6ൻ്റെ കപ്പ് ഉയർത്താൻ പോകുന്നത് സാക്ഷാൽ ജിൻഡോ ആയിരിക്കും. മത്സരാർത്ഥികൾ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ജിൻഡോയാണ് അവസാനം കപ്പ് ഉയർത്താൻ പോകുന്നത്. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കപ്പ് വേറെ ആർക്കും കിട്ടില്ല, ജിൻഡോക്ക് മാത്രമായിരിക്കും. സെക്കൻഡ് സ്ഥാനത്തേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഏകദേശം നല്ല വോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ജിൻഡോയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ വോട്ടിംഗ് വളരെ കുറവാണ്. മറ്റുള്ള മത്സരാർത്ഥികൾക്കാണ് ബാലൻസ് ഉള്ള ഒരു 10-15% വോട്ടിംഗ് ഉള്ളത്. ഇതിൽ 3ാം സ്ഥാനം ആർക്ക് കിട്ടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. കാരണം അർജുന് മുമ്പ് ശ്രീത് ഔട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്രീതുവിൻ്റെ വോട്ടിംഗ് ഷെയറും അർജുനിൻ്റെ വോട്ടിംഗ് ഒക്കെ ആയിട്ട് അർജുൻ ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ സാക്ഷാൽ ജാസ്മിൻ PR ഒക്കെ വേറെ ലെവലിൽ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ജാസ്മിൻ്റെ PR ഏജൻസികളുടെ തെറികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് വന്നാലും എന്താണ് നോർമലായിട്ട് നടക്കുന്നത് അതാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും 3ാം സ്ഥാനത്തേക്ക് അർജുൻ വരുമായിരിക്കും. അതിനുശേഷം നമുക്ക് കാത്തിരുന്ന് കാണാം. ടോപ്പ് 5ലേക്ക് 2-3 പേരുണ്ട്. അതിൽ ആരായിരിക്കും വരിക എന്ന് അടുത്ത ആഴ്ചയോടെ എല്ലാവരും നോമിനേഷനിൽ വരുമ്പോൾ ആ വോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പക്ഷെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് ജിൻഡോയെ മറികടക്കാൻ ഇതുവരേക്കും ആരുമില്ല എന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് അൻസിബ പുറത്തു പോകുന്നതായിരിക്കും. ഓൾറെഡി അപ്സര പോയി. അതിനുശേഷം നമുക്ക് വരാനുള്ളത് ഋഷിയാണ്, അതേപോലെ ശ്രീതു ഉണ്ട്, സായി ഉണ്ട്, അഭിഷേക് ഉണ്ട്, അർജുനുണ്ട്, നോറയുണ്ട്. അതായത് അടുത്ത നോമിനേഷനിൽ ആര് പോകും? നോറയാണോ, ഋഷിയാണോ, ശ്രീതുവാണോ? ശ്രീതുവിനും ഏകദേശം വോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഫസ്റ്റ് 2 ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. ജിൻഡോനെ വോട്ടിങ്ങിൽ മറികടക്കാൻ ഇനി ആരുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. സെക്കൻഡ് പ്രൈസ് അർജുനാണോ അതേമാതിരി നമ്മുടെ ജാസ്മിനാണോ? എന്തായാലും ജാസ്മിന് പുറത്തൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. നല്ല ഗെയിമാണ് ജാസ്മിന്. എല്ലാവരെയും എതിർത്തുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവൊക്കെ ജാസ്മിനുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കപ്പ് ജിൻഡോക്ക് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്